നമ്മൾ അലക്സ് ഫെർഗൂസന്റെ കാലത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കംബാക്കിങ്സ് എന്നൊരു പേരുണ്ടായിരുന്നു. തോറ്റു നിൽക്കുന്ന മത്സരങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നാടകീയമായി വിജയിച്ച് തിരിച്ചു വന്നതുകൊണ്ടാണ് ആരാധകർ അങ്ങനെ ഒരു സ്ഥാനപ്പേര് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിളിപ്പേര് യുണൈറ്റഡിന് നൽകിയത്. അതേ വിളിപ്പേര് യുണൈറ്റഡ് ഇപ്പോൾ ആരാധകർ നൽകുന്നത് ഈ പ്രീമിയർ ലീഗ് സീസണിൽ യുണൈറ്റഡിന്റെ തിരിച്ചുവരവ് കണ്ടിട്ടാണ്. ഡിസംബറിന്റെ തുടക്കത്തിൽ 2025 ഡിസംബറിന്റെ തുടക്കത്തിൽ 10ാം സ്ഥാനത്തായിരുന്നു പ്രീമിയർ ലീഗിൽ യുണൈറ്റഡ്. ഇന്ന് 29 മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ മാർച്ച് 1 ഞായറാഴ്ച പ്രീമിയർ ലീഗിൽ 3ാം സ്ഥാനത്താണ് യുണൈറ്റഡ് 51 പോയിന്റുകളുമായി. 29 മത്സരങ്ങളിൽ നിന്നും 51 പോയിന്റുമായി യുണൈറ്റഡ് 3ാം സ്ഥാനത്ത്. ഒരു പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് പോലും ഇങ്ങനൊരു കംബാക്ക് പ്രതീക്ഷിച്ചു കാണില്ല. 10ാം സ്ഥാനത്തുള്ള ഒരു ടീമാണ്, ഡിസംബർ മാസം 10ാം സ്ഥാനത്തുള്ള ഒരു ടീമാണ് ഇന്ന് 3ാം സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് ഓർക്കണം. വല്ലാത്തൊരു തിരിച്ചുവരവ്. സീസണിന്റെ തുടക്കത്തിൽ റൂബൻ അമോറിം ആയിരുന്നു യുണൈറ്റഡിന്റെ കോച്ച്. ഡിസംബർ 5 ആകുമ്പോഴത്തേക്ക് ഡിസംബറൊക്കെ ആയപ്പോഴേക്കും യുണൈറ്റഡ് 10ാം സ്ഥാനത്തേക്ക് ഇറങ്ങി. പ്രീമിയർ ലീഗിന്റെ പോയിന്റ് ടേബിൾ 10ാം സ്ഥാനത്ത്. അപ്പം അമോറിമിന്റെ ഇൻകൺസിസ്റ്റന്റ് ആയ റിസൾട്ട്, മത്സരങ്ങളിൽ സമനില, തോൽവി, ഇടയില് ജയം, 7 മത്സരങ്ങളിൽ ഒരു കളി എങ്ങാണ്ടാണ് അവസാനം അമോറിം സ്ഥാനത്തിരിക്കുമ്പോൾ യുണൈറ്റഡിന്റെ റെക്കോർഡ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോച്ചിനെ മാറ്റുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കി ടീം മാനേജ്മെന്റ് കോച്ചിനെ മാറ്റി പകരം നമ്മളെ യുണൈറ്റഡിന്റെ ഇതിഹാസ താരം മൈക്കൽ കാരിക്ക് എത്തി. മൈക്കൽ കാരിക്ക് എത്തിയതോടെ കളിക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറി, കളിയും മാറി, നല്ല റിസൾട്ടുകൾ വരാൻ തുടങ്ങി. കഴിഞ്ഞ മൈക്കൽ കാരിക്കിന്റെ കീഴിൽ 7 മത്സരങ്ങളാണ് യുണൈറ്റഡ് ഇതുവരെ കളിച്ചത്. അതിൽ 6 എണ്ണം ജയിച്ച്, ഒരു സമനില മാത്രം. ഇതുവരെ ഒരു തോൽവി യുണൈറ്റഡിന്റെ മൈക്കൽ കാരിക്കിന്റെ കീഴിൽ യുണൈറ്റഡ് ഉണ്ടായിട്ടില്ല. അപ്പൊ പ്രീമിയർ ലീഗിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രീമിയർ ലീഗിൽ ഈ ആഴ്ച മാർച്ച് 1 ഞായറാഴ്ച പ്രീമിയർ ലീഗിൽ ക്രിസ്റ്റൽ പാലസിനെതിരായിരുന്നു യുണൈറ്റഡിന്റെ കളി. അതും സ്വന്തം ഗ്രൗണ്ടായ ഓൾഡ് ട്രാഫോർഡിൽ വെച്ച്. കളിയുടെ തുടക്കത്തിൽ പറഞ്ഞാൽ കളിയുടെ 4ാം മിനിറ്റിൽ തന്നെ ക്രിസ്റ്റൽ പാലസ് ഡിഫൻഡർ ലാക്രോയിസിന്റെ ഒരു ഹെഡർ ഗോളിൽ യുണൈറ്റഡിന് ക്രിസ്റ്റൽ പാലസിന് ലീഡ് കിട്ടി. 1-0 ക്രിസ്റ്റൽ പാലസ് ലീഡ് ചെയ്യുന്നു. ആദ്യ പകുതി യുണൈറ്റഡ് ഗോൾ അടിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു. 1-2 ചാൻസുകളൊക്കെ കിട്ടി, അതൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഫസ്റ്റ് ഹാഫ് യുണൈറ്റഡ് ഒരു ഗോളിന് തോറ്റ് 1-0 എന്നുള്ള സ്കോറിന് ക്രിസ്റ്റൽ പാലസിന് ലീഡ് കിട്ടി. അപ്പൊ മൈക്കൽ കാരിക്കിന്റെ കീഴിൽ ആദ്യത്തെ തോൽവി ഈ മത്സരമാകുമോ എന്ന് ആരാധകർ ഭയപ്പെട്ടു. കാരണം മൈക്കൽ കാരിക്കിന്റെ കീഴിൽ ഒരു കളിയും തോറ്റിട്ടില്ല. 7ാമത്തെ മത്സരം ആണ്. ഇതെങ്ങാനും തോറ്റു പോകുമോ, അല്ലെങ്കിൽ ഇനിയുള്ള പ്രകടനങ്ങളെ ഇത് ബാധിക്കുമോ എന്നൊക്കെ അങ്ങനെ എന്തായാലും ടീം ആരാധകർക്ക് ഒരു ആശങ്ക ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ഒരു ആശങ്ക ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഹീറോ ആയിരുന്ന ലാക്രോയിസ് തന്നെ മാനുവൽ കുനിയനെ വീഴ്ത്തിയതിന് പെനൽറ്റി കിട്ടി, റെഡ് കാർഡ് കണ്ട് പുറത്തായി. അത് കളിയുടെ വഴിത്തിരിവായി. 56ാം മിനിറ്റിലാണ് സംഭവം. 56ാം മിനിറ്റിലാണ് ലാക്രോയിസിന് റെഡ് കാർഡ് കിട്ടുന്നത്. 57ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസ് എടുത്ത പെനൽറ്റി യുണൈറ്റഡിന് സമനില നൽകി. സമനില ഗോൾ നേടി യുണൈറ്റഡ് പിന്നെയും കുറച്ചുകൂടെ ഒരാളുടെ അഭാവം. ക്രിസ്റ്റൽ പാലസിന്റെ ഡിഫൻസിൽ ഒരു പ്രധാന കളിക്കാരൻ പോയതോടെ ക്രിസ്റ്റൽ പാലസും കുറച്ചുകൂടെ ഡിഫൻസിൽ ദുർബലായി. ക്രിസ്റ്റൽ പാലസിൽ നിന്നും ഒരു കളിക്കാരൻ പോയതിന്റെ ആനുകൂല്യം യുണൈറ്റഡ് നന്നായി മുതലെടുത്ത്. ലാക്രോയിസിന് റെഡ് കാർഡ് കണ്ട് 8 മിനിറ്റിന് ശേഷം ഫെർണാണ്ടസിന്റെ ഒരു ക്രോസിൽ തലവെച്ച് വീണ്ടും സെസ്കോ യുണൈറ്റഡിന്റെ രക്ഷക്കെത്തി. ബെഞ്ചമിൻ സെസ്കോ സ്ലോവേനിയക്കാരനായ സ്ട്രൈക്കറാണ്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ യുണൈറ്റഡ് സൈൻ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട പ്ലെയറാണ് ബെഞ്ചമിൻ സെസ്കോ. ഒരു സ്ട്രൈക്കർക്ക് വേണ്ട ഒരു ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ് യുണൈറ്റഡ് ആരാധകർ എന്നെ വിമർശിച്ച ഒരു പ്ലെയറാണ്. പക്ഷെ കഴിഞ്ഞ 3-4 മത്സരങ്ങളിൽ മൈക്കൽ കാരിക്കിന്റെ കീഴിൽ കഴിഞ്ഞ 3-4 മത്സരങ്ങളിൽ നിർണായകമായ ഗോളുകൾ നേടി യുണൈറ്റഡിന്റെ രക്ഷക്കെത്തിയ സെസ്കോയുടെ ആ ഒരു ഗോളിന്റെ വിജയത്തോടെ യുണൈറ്റഡ് 3ാം സ്ഥാനത്ത്. പ്രീമിയർ ലീഗിൽ യുണൈറ്റഡ് ഫാൻസ് പോലും ഒരു പക്ഷെ ഈ സീസണിന്റെ തുടക്കം കണ്ടു കഴിഞ്ഞാൽ ഈ സീസണിൽ ഒരിക്കലും യുണൈറ്റഡിന് ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് പോലും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്ന് കരുതിയെടുത്തുനിന്നാണ് യുണൈറ്റഡ് 3ാം സ്ഥാനത്തേക്ക് എത്തിയത്. ഇത് വല്ലാത്തൊരു തിരിച്ചുവരവാണ്. ഇനി ഈ സീസണിൽ 3ാം സ്ഥാനത്തിന് മുന്നോട്ട് ഇനി കയറാൻ യുണൈറ്റഡിന് ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം യുണൈറ്റഡും
സോറി സിറ്റിയും ആഴ്സണലും തമ്മിലാണ് ടൈറ്റിൽ റേസ്. അവർ തമ്മിൽ 1-2 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ആഴ്സണലിനെയും സിറ്റിനെയും പിടിക്കാൻ മാത്രമുള്ള മത്സരങ്ങൾ ഇനി അത്രയും മത്സരങ്ങൾ ബാക്കിയില്ല. ഇനിയുള്ള 9 മത്സരങ്ങളിൽ നിന്നും സിറ്റിയോ ആഴ്സണലോ അത്രയും പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. യുണൈറ്റഡിന്റെ റിസൾട്ട് കൊണ്ട് മാത്രം യുണൈറ്റഡിന് ഇനി മുകളിലേക്ക് കയറാൻ പറ്റില്ല. തൊട്ട് മുകളിലുള്ള 2 ടീമുകൾ എന്തെങ്കിലും പോയിന്റ് ഡ്രോപ്പ് ചെയ്താൽ മാത്രമേ യുണൈറ്റഡിന് അങ്ങനെ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ യുണൈറ്റഡിന് ഉണ്ടാവില്ല. യുണൈറ്റഡിന് കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥാനമാണ് 3-ാം സ്ഥാനം ഈ സീസണിൽ ഉണ്ടാവുക. അതിന് താഴോട്ട് ഇറങ്ങാതെ നോക്കാനാണ് യുണൈറ്റഡ് ശ്രമിക്കേണ്ടത്. ഇപ്പൊ പ്രീമിയർ ലീഗിൽ മൈക്കൽ കാരിക്കിന്റെ കീഴിൽ വല്ലാത്തൊരു കംബാക്ക് നടത്തി ആരാധകരെ ത്രസിപ്പിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അടുത്ത സീസണിൽ മൈക്കൽ കാരിക്കിനെ നിലനിർത്തുക എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഈ സീസൺ അവസാനം വരെയാണ് മൈക്കൽ കാരിക്കിനുള്ള കോൺട്രാക്ട്. അത് കഴിഞ്ഞ് മാനേജ്മെന്റ് വീണ്ടും ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ അടുത്ത സീസണുകളിലൊക്കെ പ്രീമിയർ ലീഗ് ടൈറ്റിലേക്ക് മത്സരിക്കാൻ തക്ക പാകത്തിന് യുണൈറ്റഡ് ആവുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. 2013 അലക്സ് ഫെർഗൂസൺ പോയതിനു ശേഷം ഒരു പ്രീമിയർ ലീഗ് കിരീടം ഇതുവരെ യുണൈറ്റഡിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ മൈക്കൽ കാരിക്കിന്റെ കീഴിലായിരിക്കും ചിലപ്പം യുണൈറ്റഡ് ഫെർഗൂസന്റെ കീഴിൽ യുണൈറ്റഡ് ഒരു കിരീടം നേടുക എന്നുള്ളതാണ് യുണൈറ്റഡ് ഫാൻസ് ഒക്കെ ഇങ്ങനെ വല്ല ആകാംക്ഷയോടെ നോക്കുന്നത്. അപ്പം ഈ ഒരു മൈക്കൽ കാരിക്കിന്റെ കീഴിലുള്ള മത്സരം കുറച്ചുകൂടി യുണൈറ്റഡ് നല്ല ടീമായി വന്നിട്ടുണ്ട്. നല്ല ബെറ്റർ മത്സരങ്ങൾ വരുന്നുണ്ട്, നല്ല റിസൾട്ടുകൾ വരുന്നുണ്ട്. അപ്പം യുണൈറ്റഡ് വല്ലാത്തൊരു കംബാക്ക് നടത്തി ആരാധകർക്കൊക്കെ ഒരു ത്രില്ലടിച്ച് നിൽക്കുന്ന സമയമാണ്. ക്രിസ്റ്റൽ പാലസിനെതിരെയുള്ള വിജയത്തോടെ 51 പോയിന്റുമായി 3-ാം സ്ഥാനത്താണ്. ഇനിയും നല്ല മത്സരങ്ങൾ യുണൈറ്റഡിന് ഉണ്ടാവട്ടെ. യുണൈറ്റഡ് ഇനിയും മത്സരങ്ങൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ വീണ്ടും കാണാം.